ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ഗ്രാമത്തിലെ ഒരു ചായക്കട. ഈ ചായക്കടക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ഒന്നല്ല, ഇവിടെ ബീഫ് കറി ഉണ്ടാക്കുന്നത് ഓയിൽ ഇല്ലാണ്ടാണ്. അതെന്താണെന്നുള്ളത് ഒക്കെ നമുക്ക് അവിടെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് മുന്തിരി ഒക്കെ കണ്ടില്ലേ, ഫ്രഷ് മുന്തിരി ഇട്ടാ. അപ്പൊ 1.5 കിലോ 100 അല്ലേ പറഞ്ഞത്? അപ്പൊ എനിക്ക് എടുത്തു വെച്ചോ, ഉള്ളിൽ പോയിട്ട് ഞാൻ പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മ ഓർഡർ ചെയ്തേക്കണത് ഇവിടുത്തെ സ്പെഷ്യൽ കറിയായ ബീഫും പൊറോട്ടയും. വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇപ്പൊ വരും. പിന്നെ അത് കൂടാതെ ഇവിടെ അതിരാവിലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ റെഡി ആവുന്നുണ്ട്. കറി ഇതേ കുറച്ച് ഇങ്ങനെ ഞാൻ പൊറോട്ടയിൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒഴിക്കുന്നത്, നല്ല ചൂടുണ്ട്. കറി ഇപ്പൊ തന്നെ റെഡി ആയിട്ടുള്ളൂ. ആദ്യത്തെ ട്രിപ്പാണ് നമുക്ക് തന്നിട്ടുണ്ട്. പൊറോട്ട ഇറച്ചിയും കോമൺ ആണല്ലോ, എവിടെയും ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവിടുത്തെ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓയിലോ എണ്ണയോ ഉപയോഗിക്കാതെയാണ് ഇവിടുത്തെ കറി ഉണ്ടാക്കുന്നത്. വേറെ ഒന്നല്ല, ഇവര് അതായത് ബീഫിന്റെ നെയ്യ് തന്നെ ഉരുക്കിയിട്ട് അതിലാണ് സവാളൊക്കെ വാട്ടുന്നത്. അതാണ് ഇപ്പൊ ഇവിടുത്തെ എന്നോട് പറഞ്ഞത്. പൊറോട്ട ബീഫിനോട് ചേർത്തിട്ട് ഒന്ന് കഴിക്കട്ടാ. അല്ല, അടിപൊളി ടേസ്റ്റ്. ബീഫ് ഞാൻ പറഞ്ഞില്ലേ, ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കുന്ന ബീഫ്. ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ബീഫ്. വർഷങ്ങളായിട്ട് ഞാൻ അറിയണ ഒരു കടയാണ് ഇത്. ഞങ്ങളുടെ ഗ്രാമത്തിലെ തന്നെ കടയാണ് ഇത്. എക്സാക്ട്ലി ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടില് സാഹിബിന്റെ പള്ളിനടയിലാണ് ഈ കട ഉള്ളത്. സ്കൂളും പിന്നെ വലിയൊരു പള്ളിയും ഉണ്ട് കേട്ടോ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കട. ഇവിടെ വെച്ചേക്ക ചായ. ഇതെന്താണ് സ്പെഷ്യൽ ചായ ഉള്ള? ഇതേ കണ്ടില്ല, നല്ല സ്പെഷ്യൽ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കുടിച്ചു നോക്കിയിട്ട് വിവരം പറയാ. ഒരു 3 കളറാണ്. ക്യാപ്പിച്ചീനൊക്കെ പോലെ ഉണ്ട് കേട്ടാ. നമുക്ക് ഗ്രാമത്തിലെ ക്യാപ്പിച്ചീനോ. ആദ്യം തന്നെ മധുരമല്ല കേട്ടാ, നല്ല കടുപ്പം കിട്ടി. കടുപ്പം പിന്നെ പഞ്ചസാരയുടെ ഒരു തരിയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു വെറൈറ്റി ചായ. അപ്പൊ പുതിയ പുതിയ വ്ളോഗൊക്കെ വരും. ഫുഡ് വ്ളോഗും അതേപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ വരും. നല്ല നല്ല നാടൻ കാഴ്ചകളും ദുബായിലെ കാഴ്ചകളൊക്കെ വരും. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ജോബ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.